Hello everyone, welcome back to my channel and you're watching Go With This. Hello എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് I'm back with a very new topic and experience about microblading. Okay? അപ്പോൾ മൈക്രോബ്ലേഡിങ്ങിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്ത് മൈക്രോബ്ലേഡിങ്? ഐബ്രോ മൈക്രോബ്ലേഡിങ്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മൈക്രോബ്ലേഡിങ് എന്തുകൊണ്ട് വേണ്ടി വന്നു എന്ന് ഞാൻ പറയാം. ഞാൻ ഓൾമോസ്റ്റ് ഒരു 5 years ആയിട്ട് ഐബ്രോസ് ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഐബ്രോസേ ചെയ്യാനില്ല. കാരണം വെച്ചാൽ പ്ലക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ഇറ്റ്സ് ലൈക്ക് ഗോൺ വെരി തിന്നായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെയാണ് വീട്ടിൽ സ്വയം എക്സ്ട്രാസ് എടുക്കുക, ഞാൻ തന്നെ ഫില്ല് ചെയ്ത്, എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഫില്ല് ചെയ്ത് വെക്കും. ദാറ്റ്സ് ഹൗ ഐ യൂസ് ടു മാനേജ് മൈ ഐബ്രോസ്. അതുകൊണ്ടൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്കത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നി. എപ്പോഴും എവിടെ പോകണമെങ്കിലും എനിക്ക് ബാക്കി ഒന്നിനും ഇത്ര സമയം എടുക്കില്ല. ഐബ്രോസ് ഒന്ന് കറക്റ്റാക്കി വൃത്തിയാക്കി വെക്കുന്നതാണ് എൻ്റെ ഏറ്റവും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സ്. അപ്പോൾ എനിക്ക് തോന്നി യു ക്യാൻ ഡൂ സംതിങ് അബൌട്ട് ഇറ്റ്, റൈറ്റ്? യു ഹാവ് ടു ഡൂ സംതിങ് അബൌട്ട് ഇറ്റ്. ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് നോക്കിയപ്പം ഐബ്രോ ടാറ്റുവിങ് കണ്ടു, മൈക്രോ ബ്ലേഡിങ് കണ്ടു, ഇപ്പം നാനോ ബ്ലേഡിങ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ആദ്യം ടാറ്റുവിനെ കുറിച്ച് പറയുന്നത്. ടാറ്റൂവിനെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തപ്പം ഇറ്റ്സ് ലൈക്ക് നോർമൽ ഫില്ലിംഗ് ആണ്. ഒരു ടാറ്റു ഫില്ലിംഗ് പോലെ ചെയ്തൊരു ഷെയ്ഡ് ഫില്ല് ചെയ്ത് കൊടുക്കലാണ് ഈ ടാറ്റുവിങ്. നമ്മൾ എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കത്തില്ലേ, ജസ്റ്റ് യു ഫിൽ ദ ഐബ്രോസ്, അതുപോലെയാണ് ടാറ്റുവിങ് തോന്നുന്നത്. പക്ഷേ ടാറ്റുവിങ്ങിലെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അത് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കും. എനിക്ക് ഈ ഐബ്രോസ് വെറുതെ ഫില്ല് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇറ്റ്സ് ബീൻ വെരി അൺനാച്ചുറൽ അല്ലേ. പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ കൺമഷി കൊണ്ട് ഫില്ല് ചെയ്യത്തില്ലേ, അൺനാച്ചുറൽ ആയിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യണം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സംഭവം കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിട്ടു. അപ്പോൾ ഞാൻ കുറച്ച് നാളത്തേക്ക് പിന്നെ വേണ്ട എന്തിനാ കൊളാക്കുന്നത് മുഖം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിന്നെയാണ് മൈക്രോ ബ്ലേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ വീഡിയോസും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ചെയ്ത് കണ്ടത്. പിന്നെ ഏറ്റവും ആക്ട്രസസും ഒക്കെ ചെയ്തു തുടങ്ങിയില്ലേ കൂടുതലും. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടി എന്താണിത് എന്ന് എനിക്കറിയാൻ കുറച്ചുകൂടി ഒരു ഇൻക്വസിറ്റി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തപ്പം എനിക്ക് മനസ്സിലായി ദിസ് ഇസ് മോർ ലൈക്ക് കുറച്ചുകൂടി ആർട്ടിസ്റ്റിക് വേ ആണ്. അതായത് ഈ ടാറ്റു ആർട്ടിസ്റ്റിനെ പോലെ ഫില്ല് ചെയ്യലല്ല, ഒരു ആർട്ടിസ്റ്റിക് വേയിൽ ചെയ്യുക. അതായത് നിങ്ങളുടെ ഐബ്രോസിൻ്റെ ഓരോ ഹെയർ ലൈൻസ് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത് അതനുസരിച്ച് ഫില്ല് ചെയ്ത് പിന്നെ ഓരോരുത്തരുടെ വിഡ്ത്ത് എത്രയാണ് വേണ്ടത്, എങ്ങനെയാണ് ആ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ ഐ വാസ് സാറ്റിസ്ഫൈഡ്. ഐ ഹവ് സീൻ ലോട്ട് ഓഫ് പീപ്പിൾ. ഇവിടെ കുറേ ആൾക്കാർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ടാറ്റു ചെയ്ത ആൾക്കാരുടെ ഫേസ് പെട്ടെന്ന് എടുത്ത് മനസ്സിലാവും, നമുക്ക് ഐബ്രോസ് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ മൈക്രോ ബ്ലേഡിങ് എനിക്ക് തോന്നിയിട്ടില്ല അത്ര മനസ്സിലാവും. പക്ഷേ like you can understand that people might have done something but it's not obvious. Okay, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മൈക്രോ ബ്ലേഡിങ്ങിനെ കണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ ഫേസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഐ ഓൾവേസ് ടുക്ക് എ ബാക്ക് സ്റ്റെപ്പ് ഓൺ ദിസ് ബിക്കോസ് എനിക്ക് റിസ്ക് എടുക്കാൻ കുറച്ച് പേടിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞപ്പം ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ വന്നു. ആരുടെയാണെന്ന് അറിയാം, വീണയുടെ ഒരു വീഡിയോ ആണ്. വീണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആങ്കർ ഉണ്ടല്ലോ, ബിഹൈൻഡ് മുട്ടിലെ ആങ്കർ, പുള്ളിക്കാരുടെ ഒരു വീഡിയോ ആണ് വന്നത്. വേറൊന്നുമല്ല, ഷി ഹസ് ഡൺ ഹർ ഐബ്രോസ് മൈക്രോ ബ്ലേഡിങ് ആൻഡ് അതൊരു പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിരിക്കുന്നത് വേറൊന്നുമല്ല, ഇൻസ്റ്റാഗ്രാം പേജാണ്, ബ്രോ സ്ട്രോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിയുടെ പേജിൽ നോക്കിയപ്പം കോൺടാക്ട് നമ്പറും എല്ലാം ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ പേജിലെല്ലാം ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ ഉണ്ട്, വാട്ട് ഷി ഹസ് ഡൺ, ഹർ വർക്കിനെ കുറിച്ചുള്ള എല്ലാ ഐഡിയ ഒക്കെ എനിക്ക് കിട്ടിയപ്പം ഞാൻ ഒന്ന് വിചാരിച്ചത് ലെറ്റ് മീ കോൾ ഹർ ആൻഡ് ടോക്ക്. എന്താണ് സംഭവം, എന്താണ് ഇതിൻ്റെ പ്രോസും കോൺസും എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം, പിന്നെ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ വിളിച്ചത്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ലൈക്ക് വാട്ട് ഇസ് മൈക്രോ ബ്ലേഡിങ്, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. സോ പുള്ളിക്കാരി പറഞ്ഞ ഇത്രയൊക്കെയാണ്. മൈക്രോ ബ്ലേഡിങ് എന്ന് പറഞ്ഞാൽ ടാറ്റുവിങ് പോലെയല്ല, ഇത് ഓൾമോസ്റ്റ് ഒരു നീഡിൽ പോലെ ബ്ലേഡ് പോലത്തെ സംഭവം കൊണ്ട് സ്ക്രാച്ച് ചെയ്യുകയാണ് നമ്മുടെ സ്കിന്നിൻ്റെ ആ ലൈനിൽ സ്ക്രാച്ച് ചെയ്തിട്ട് അത് ഇങ്ക് യൂസ് ചെയ്തിട്ട് യു വിൽ ഹാവ് ദാറ്റ് എന്താ പറയുക, ഒരു അപ്പർ ഡെർമിസിലാണ് സ്ക്രാച്ച് ആക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇന്നർ സ്കിന്നിലേക്കല്ല അത് പോകുന്നത്, ഇത് ഔട്ടർ സ്കിന്നിൽ ഓൾമോസ്റ്റ് അത്ര ഡെപ്തിൽ പോകത്തില്ല. ലൈക്ക് നോട്ട് ലൈക്ക് ടാറ്റുവിങ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ടാറ്റുവിങ് പോലെ ഡെപ്തിൽ പോകാതെ ഒരു ഓവർ ദ ടോപ്പാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടാറ്റുവിങ് എന്ന് പറഞ്ഞാൽ ഐബ്രോ ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 8 to 10 years അത് സ്റ്റേ ചെയ്യും. പക്ഷേ ഇഫ് യു ഡൂയിങ് എ മൈക്രോ ബ്ലേഡിങ് ഇറ്റ്സ് ഗോയിങ് ടു സ്റ്റേ മാക്സിമം ഐ തിങ്ക് 2 to 3 years or so. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും റീഡൂ ചെയ്യേണ്ടി വരും.
അതിന് പെർമനൻ്റ് അല്ല, ഇറ്റ്സ് ലൈക്ക് സെമി പെർമനൻ്റ് ആണെന്ന് പുള്ളിക്കാരി പറഞ്ഞു തന്നു. അപ്പോൾ തന്നെ ഒരു നമുക്കൊരു ആശ്വാസമാണല്ലോ. സെമി പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ തന്നെ നമുക്ക് സഹിക്കുന്നതിന് ഒരു പരിമിതി ഉണ്ടല്ലോ എന്നുള്ള തോന്നലാണ് എൻ്റെ ഫസ്റ്റ് മൈൻഡിൽ വന്നത്. പക്ഷെ അതല്ല സംഭവം. പുള്ളിക്കാരി എക്സ്പ്ലെയിൻ ചെയ്തപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ ഇറ്റ്സ് നോട്ട് ദാറ്റ് അത്ര ടാറ്റു എന്നൊക്കെ പറഞ്ഞാൽ ലൈഫ് ലോങ് നിൽക്കുന്നൊരു സംഭവം അല്ലേ എന്നുള്ള തോട്ടിലാണ് ഞാൻ എനിക്ക് ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇതങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സിന് ഇതിന് ഡൗൺ ടൈം ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ ചെയ്ത ഉടനെ തന്നെ 2 ദിവസത്തേക്ക് സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് വാഷ് ഇറ്റ് വിത്ത് വാട്ടർ ആൻഡ് ദെൻ കീപ്പ് അപ്ലൈങ് എന്താണ് ഒരു ക്രീമൊക്കെ തരും അവർ, ഒരു ആൻറ്റിസെപ്റ്റിക് ക്രീമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡ്രൈ ഓഫ് ഫാസ്റ്റ്. കാരണം ഇറ്റ്സ് ലൈക്ക് എ ബ്ലീഡിങ് റൈറ്റ്. അപ്പം അത് ഡ്രൈ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി പീൽ ചെയ്യും. ഒരു വൂണ്ട് ഉണ്ടായാൽ എങ്ങനെയാണ് അത് പീൽ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ പീൽ ചെയ്ത് പോകലാണ് ഇതിൻ്റെ സ്വഭാവം. അപ്പോൾ ഇത് പീൽ ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു വേക്കൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെ ആ ഇങ്ക് അബ്സോർബ് ആയിട്ട് അത് ബ്രൈറ്റ് ആയിട്ട് വരും. അപ്പോൾ അതിന് പല സ്റ്റേജസും ഉണ്ട് ബേസിക്കലി. ആ സ്റ്റേജസ് ഞാനിവിടെ കാണിക്കാം. അതിന് പല സ്റ്റേജസിലാണ് അത് ഡാർക്കനായി വരിക. ഒന്ന് ലൈറ്റായിട്ട് പിന്നെ ഡാർക്കനായി വരുന്ന ഒരു പ്രോസസ്സാണിത്. പക്ഷേ ഇതിന് 2 സെഷൻസ് അങ്ങനെ വേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇറ്റ്സ് ലൈക്ക് ഫസ്റ്റ് സെഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കണമെന്നില്ല. അപ്പോൾ ഒന്നുകൂടി സെക്കൻഡ് സെഷനിലാണ് ബാക്കി ഫില്ല് ചെയ്യുന്നത്. വേറെ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുള്ള സ്ട്രോക്സ് ഉണ്ടെങ്കിൽ അത് സ്ട്രോക്സ് ഒക്കെ ഫില്ല് ചെയ്ത് സെക്കൻഡ് സെഷൻ ആകുമ്പോഴേക്കും മോസ്റ്റ്ലി അത് റെഡിയാകും. ചിലർക്ക് തേർഡ് സെഷൻ വേണ്ടി വരാറുണ്ട്, പക്ഷേ വെരി റെയർലി എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഞാൻ 2 സെഷൻസേ ചെയ്തുള്ളൂ. എനിക്ക് 2 സെഷൻസേ മതി വന്നുള്ളൂ. പക്ഷേ തേർഡ് സെഷൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് വേണമെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇറ്റ്സ് ലൈക്ക് ഓക്കെ ഫോർ മീ നോ. മേ ബി ഇൻ 6 months ഓർ 1 year ഞാൻ തിരിച്ച് നാട്ടിൽ പോകുമ്പം ചിലപ്പോൾ ഞാൻ സെഷൻ കൂടി ചെയ്തേക്കാം. പക്ഷെ എനിക്ക് കുഴപ്പമുണ്ടായില്ല. പെയിൻ ഉണ്ടോയെന്ന് വെച്ചാൽ പെയിൻ ചെറുതായിട്ട് എനിക്ക് ലാസ്റ്റൊക്കെ തോന്നിയായിരുന്നു. ഫസ്റ്റ് ഒന്നും എനിക്ക് പെയിൻ തോന്നിയിട്ടില്ല. ചെറുതായിട്ട് ഒരു യു വിൽ ഫീൽ ലൈക്ക് എന്താണ് ഒരു ബ്ലേഡ് നമ്മുടെ കയ്യിൽ സ്ക്രാച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു ഇതുണ്ടാവില്ലേ, ആ ഒരു ഫീൽ വരും. അത് ഒബ്വിയസ്ലി നമ്മുടെ ബോഡിയിൽ നംനെസ് ഒക്കെ ക്രീമൊക്കെ ഉണ്ടാക്കിയാലും നം ക്രീമൊക്കെ ഉപയോഗിച്ചാലും അത് കുറേ നേരം നിൽക്കണമെന്നില്ലല്ലോ നമുക്ക്. അപ്പം അതിൻ്റെ എഫക്റ്റ് കുറച്ചായിട്ട് തോന്നും. പക്ഷെ അതുകൂടാതെ എനിക്ക് വേറെ ഡിസ്കംഫർട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. വേറെ അലർജിക്കോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എന്തുണ്ടെങ്കിലും പുള്ളിക്കാരോട് സംസാരിക്കാം. സോ ഐ ജസ്റ്റ് സ്പോക്ക്. എപ്പോഴും ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി അപ്പോൾ തന്നെ റിപ്ലൈ ഒക്കെ തരും. അപ്പോൾ തന്നെ യു വിൽ ഫീൽ കോൺഫിഡൻറ്റ് റൈറ്റ്. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ചെയ്തു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഐ ഡോണ്ട് ഫീൽ ഈ ഐബ്രോസ് കണ്ടാൽ ഒരാളും എന്നോട് പറഞ്ഞിട്ടില്ല ഇറ്റ് ലുക്സ് അൺനാച്ചുറൽ എന്ന്. എനിക്ക് ഫില്ല് ചെയ്യേണ്ടത് പകരം ജസ്റ്റ് ബ്രൗസ് ആ സ്ട്രോക്സ് ഇട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ. നാച്ചുറൽ ആയിട്ടുള്ള ഐബ്രോസ് പോലെ തന്നെ എൻ്റെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് വേറെ കുറച്ചൊന്നും തിക്നെസ് കൂട്ടിയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ അത് അൺനാച്ചുറൽ ആയിട്ട് ഭയങ്കര ഹൈ തിക്നെസ് ഒന്നും എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് നാച്ചുറൽ ലുക്കിംഗ് ആയിട്ട് തന്നെ പുള്ളിക്കാരി ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. ഇനി അല്ല നിങ്ങൾക്ക് തിക്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ ആർട്ടിസ്റ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും അവർ, എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതിന് വേറെ ഒന്നുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോൺസാണ് തോന്നിയിട്ടുള്ളത്. ഡൗൺ ടൈം ഉണ്ടെന്നുള്ളൊരു കോൺസ് മാത്രമേ ഉള്ളൂ. ആ ഡൗൺ ടൈം നമ്മൾ ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും അത് പീൽ ചെയ്ത് പോകുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 5 days കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് നോർമൽ. ഓക്കെ, ഇറ്റ് ഡസൻ ഫീൽ ലൈക്ക് യു ഹവ് ഡൺ സംതിങ് ഓൺ യുവർ ഫേസ്. അത്രയേ ഉള്ളൂ. ഇത് കൂടാതെ എനിക്ക് വേറൊന്നും ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. എൻ്റെ ആഫ്റ്റർ പിക്ചർ ബിഫോർ പിക്ചറൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് ലൈക്ക് ഐ എം സാറ്റിസ്ഫൈഡ്. ആൻഡ് ഇപ്പോൾ ആർക്കെങ്കിലും ഒരു പേടി ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബിക്കോസ് അത് പെയിൻഫുൾ ആണോ എന്ന് ചോദിക്കാൻ, അങ്ങനെയൊന്നുമല്ല. ഡിഗ്രി ഓഫ് പെയിൻ കമ്പയർഡ് ഫോർ എ വുമൻ എസ്പെഷ്യലി ഐ വുഡ് സേ 1 highest 10 ലോവസ്റ്റും ആണെങ്കിൽ 10 എന്ന് പറയും. ഓക്കെ, മനസ്സിലായോ? 1 highest ആണെങ്കിൽ ഹയസ്റ്റ് പെയിൻ 1 ആണെങ്കിൽ ലോവസ്റ്റ് പെയിൻ 10 ആണെങ്കിൽ 10 എന്നേ ഞാൻ പറയത്തുള്ളൂ. അത് അത്രയ്ക്ക് ചെറിയൊരു വേദന, അത് പറയാനേ പറ്റുള്ളൂ. വേദനയാണെന്ന് പറയാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അതൊക്കെ സഹിക്കാൻ പറ്റും, അതൊക്കെ സിമ്പിളായിട്ട് നടക്കാൻ പറ്റും. പക്ഷേ ഇനി അത് വർത്തിട്ടാണെന്ന് വെച്ചാൽ എനിക്ക് വർത്തിട്ടായിരുന്നു. ഇനി നിങ്ങൾക്കത് എന്താണെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ചിലർക്കത് കുഴപ്പമില്ലാത്തവരുണ്ടാവും. ചെറിയൊരു ഇതാണെന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ആൻഡ് ദേ ആർ ബ്ലെസ്ഡ് വിത്ത് ഐബ്രോസ്, കൺഗ്രാജുലേഷൻസ്, ഡോണ്ട് ഗോ ഫോർ ഇറ്റ്, ബി ഹാപ്പി. അല്ലാത്തവർക്ക് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതൊക്കെ ചെയ്യാനുള്ള പ്രൊവിഷൻ എപ്പോഴും ഉണ്ട്. മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ദാറ്റ്സ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു സേ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ആക്നെയെ കുറിച്ചാണ്. യു മൈറ്റ് ബി സീയിങ് ഇറ്റ്സ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. അപ്പം ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.